ഇപ്പം ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് എൻ്റെ തന്നെ തലച്ചോറിനെ കൊണ്ട് ഞാൻ പ്രവർത്തിപ്പിച്ചിട്ട് മോർഫിൻ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. വിശ്വസിക്കുമോ? ഇല്ല. എങ്ങനെയാണ് മോർഫിൻ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? അതാണ് വണ്ടി മറിഞ്ഞു, കൈ പോയി, രക്തം വാർന്നു പോവുകയാണ്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവിടെ എങ്ങും ആരുമില്ല. അപ്പോൾ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പോൾ എന്തു ചെയ്യും? ഈ ശരീരം തന്നെ അതുവരെ എന്നെ ജീവനെ പിടിച്ചു നിർത്തുന്ന ആരാ? ഈ വേദന സംഹാരികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ പെട്ടെന്നൊരു കടുവ എനിക്കെതിരെ വരികയാണ്. എന്തു ചെയ്യും? ഓടും. ഞാൻ ഓടിയാൽ എൻ്റെ കുഞ്ഞിനെ ആരും നോക്കും. അതുകൊണ്ടാണ് പ്രകൃതി അവിടെ ഒരു സാങ്കേതികത ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തത്. എൻ്റെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം കയറി ആക്റ്റീവ്. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ്. ഒന്നുകിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കടുവ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടണം. ഞാൻ കടുവയോട് അതിനേക്കാൾ ഫെറോഷ്യസ് ആയിട്ട് യുദ്ധം ചെയ്യണം. ഇത് രണ്ടും ഒരു മനുഷ്യന് സാധ്യമല്ല. പക്ഷേ ലിവറിൽ വരുന്നു. അവിടെ ശരിക്കും ലിവറിൽ ഗനേബാക്സ് ഓഫ് ഷുഗർ ഇരിപ്പുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യും, BP അങ്ങ് ഷൂട്ടപ്പ് ആവും. ഇതൊക്കെ സെക്കൻഡുകൾക്ക് നടക്കും. ഞാൻ കടുവയേക്കാൾ അഗ്രസീവാണ്. ഞാൻ കടുവയോട് യുദ്ധം ചെയ്യും. പലതരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് അറസ്റ്റിലാവുന്നുണ്ട്. കുറേ പേരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ലഹരി, പ്രകൃതിദത്ത ലഹരിയല്ലേ ഇത്? വേണ്ടെങ്കിൽ പ്രകൃതി ഇത് ഉണ്ടാക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പണ്ട് ദേവന്മാരിത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? ലഹരി ഏതായാലും ലഹരിയാണ്. ഇപ്പം ഞാൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് എൻ്റെ തന്നെ തലച്ചോറിനെ കൊണ്ട് ഞാൻ പ്രവർത്തിപ്പിച്ചിട്ട് ഡൈമീഥൈൽ ട്രിപ്റ്റമിൻ എന്ന് പറയുന്ന ഒരു ലഹരി ഞാൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ആന്തരികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിനെ സ്രവം വന്നു. പ്രാണാപാനിയോർ ഗ്രന്ഥി രജപേധ്യപതിയതേ. ഇത് ഗുരുക്കന്മാർ ഉപയോഗിച്ച ലഹരിയാണ്. അതായത് നിങ്ങളുടെ നേത്രസിരകളെ ട്രിഗർ ചെയ്യണം. കണ്ണിനെ ഇങ്ങനെ അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് ശ്വാസ നിയന്ത്രണം കൊണ്ട് പീനിയൽ ഗ്ലാൻഡിനെ നിങ്ങൾ ആക്റ്റീവ് ആക്കണം. അവനെ കൊണ്ട് ജോലി ചെയ്യിക്കണം. പീനിയൽ ഗ്ലാൻഡ് ആക്റ്റീവ് ആക്കിയാൽ അത് ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കും, ഒരു എൻസൈം ഉണ്ടാക്കും. 99% സിമിലർ ടു ഡൈമീഥൈൽ ട്രിപ്റ്റമിൻ. അതാണ് LSD എന്ന് പറഞ്ഞ് കുട്ടികൾ ആൾക്കാരെ ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഇത് ശരീരത്തിന് കഴിയും, ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മോർഫിൻ ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റും. വിശ്വസിക്കുമോ? ഇല്ല. എങ്ങനെയാണ് മോർഫിൻ ശരീരത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? അതാണ് ഈ ആക്ടിവേറ്റ് യുവർ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഓക്കെ. അതിൻ്റെ പ്രത്യേകത ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡുണ്ട്. ഇപ്പം എനിക്കൊരു ആക്സിഡന്റ് പറ്റിയാൽ എൻ്റെ കൈ ഒരെണ്ണം മുറിഞ്ഞു പോയെന്ന് വെക്കാം. ഞാൻ ഓടിച്ചു, പക്ഷെ മരുഭൂമിയിലൂടെ ഓടിക്കുകയാണ്. വണ്ടി മറിഞ്ഞു, കൈ പോയി, രക്തം വാർന്നു പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ അത്രയും വലിയ വേദന വരുമ്പോൾ ശരീരം മയങ്ങിപ്പോവും, മനസ്സ് മയങ്ങിപ്പോവും. കാരണം വേദന സഹിക്കില്ല. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവിടെ എങ്ങും ആരുമില്ല, രക്ഷിക്കാൻ ആളില്ല. ഇപ്പോൾ ഞാൻ മയങ്ങിയാൽ അവിടെ കിടന്ന് രക്തം വാർന്ന് ചാകും. അപ്പോൾ നമ്മുടെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകും. ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. അപ്പോൾ എന്തു ചെയ്യും? ഈ ശരീരം തന്നെ ടെമ്പറേച്ചർ അങ്ങ് കുറയ്ക്കും. അപ്പോൾ രക്തത്തിന് കട്ടി കൂടും, മുറിവിൽ കൂടെ രക്തഒഴുക്ക് കുറയും. എന്നിട്ട് ശരീരം ഇത് വേദന പിടിച്ച് നിൽക്കണം. അപ്പോൾ ബോഡി ഏതെങ്കിലും ഒരു കെമിക്കൽ ഉൽപ്പാദിപ്പിക്കും, കൊക്കൈനോ മോർഫിനോ അങ്ങനെ അതുപോലുള്ള വേദന സംഹാരികൾ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ വേദന അറിയില്ല. ഞാൻ ഈ അറ്റുപോയ കൈയെടുത്ത് മറുകക്ഷത്ത് വെച്ചിട്ട് നടക്കും. എവിടെയെങ്കിലും ഒരു ലൈറ്റ് കാണുന്നുണ്ടോ എന്ന് വെച്ചിട്ട് പോയി നോക്കി എവിടെയെങ്കിലും ചെന്ന് പെട്ട് 1-2 പേരെന്നെ കണ്ടു, എനിക്ക് മെഡിക്കൽ എയ്ഡ് കിട്ടും എന്ന് വരുന്നത് വരെ ഞാൻ ഈ വേദന അറിയാതെ നടക്കും. അത് കണ്ട് മെഡിക്കൽ എയ്ഡ് കിട്ടും എന്ന് കാണുമ്പോൾ അത് വഴക്കങ്ങ് മയങ്ങും. അതുവരെ എന്നെ ജീവനെ പിടിച്ചു നിർത്തുന്ന ആരാ? ഈ വേദന സംഹാരികളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഹിഡൻ പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. എനിക്ക് 2-3 അനുഭവങ്ങൾ തന്നെ പറയാനുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഓക്കെ. അതുപോലെ ഈ പറഞ്ഞ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ഉണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ കോർട്ടിസോൾ ഇങ്ങനെ കൂടി നിൽക്കുക, എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുറേ കുട്ടികളിൽ കാണുന്നൊരു പ്രശ്നമാണ്. അത് കുറയ്ക്കാൻ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? പ്രാണായാമം, പിന്നെ യുക്തിഭദ്രമായ ചിന്ത, സ്നേഹത്തോടെയുള്ള സമീപനം. ഈ എന്തുകൊണ്ടാണ് ഈ കോർട്ടിസോൾ കൂടുന്നത്? ശരിക്കും ഫ്ലൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിൽ കോർട്ടിസോളിനേക്കാൾ കൂടുതൽ നമുക്ക് അഡ്രിനാലിനാണ് കൂടുതൽ. ഈ അഡ്രിനാലിൻ്റെ പ്രത്യേകത, നമ്മൾ ജനിച്ചതേ
അല്ലെങ്കിൽ നമ്മൾ മനുഷ്യൻ ഉണ്ടായത് കാട്ടിലാണ്. ഇന്നത്തെ അത്ര ഈ പിന്നെ സൗകര്യങ്ങളോ സുരക്ഷിതത്വമോ ഉള്ള ഒരു അവസ്ഥയായിരുന്നില്ല കാട്ടിൽ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 5ലോ 6ലോ മലയാളം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ശ്വാനലക്ഷണം. ശ്വാനലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന് പെട്ടെന്ന് ഉറങ്ങൂല, ഭയങ്കര വിജിലൻ്റ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും. എന്നിട്ട് ഈ വിദ്യാർത്ഥികളുടെ ലക്ഷണം ഈ ശ്വാനലക്ഷണമാണെന്നാണ് പറയുന്നത്. എന്താണ്? ഇവൻ അല്പനിദ്രയാണ്. ഈ പട്ടിയൊക്കെ അന്ന് അറിയാം, ചെറിയൊരനക്കം കേട്ടാ ഇവൻ എണീക്കും. ഇപ്പോഴത്തെ പട്ടികളെ തട്ടി വിളിച്ചാലും എണീക്കില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയി, കടക്കിൽ. അപ്പോൾ അവിടെ ഒരു വലിയ പട്ടിയുണ്ട്, എൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി അതിനെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ ശ്രദ്ധയായിട്ടാണ് നോക്കുന്നത്. ഒരു ദിവസം നോക്കുമ്പോൾ പട്ടി ഇങ്ങനെ കാലെല്ലാം കിടന്ന് മടിച്ച് മലർന്നിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇവൾ ചെന്ന് കൂട്ടിലിങ്ങനെ തട്ടുന്നു, ഇവ എണീക്കുന്നില്ല. അപ്പോൾ ചേച്ചിക്ക് കരച്ചില്ല, ഇത് ചത്ത് കിടക്കുകയാണോ, കിടക്കുന്ന പൊസിഷൻ കണ്ടിട്ട് ചത്ത് കിടക്കുന്ന പോലെ. ഒടുവിൽ ഇവർ വെള്ളം കൊണ്ടൊഴിച്ചപ്പോഴത്തേക്കും പതുക്കെ ഉണന്നൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച്, ഞാൻ പണ്ട് പഠിച്ച ഈ ശ്വാനനിദ്രയും ഈ നിദ്രയുമായിട്ട് എന്ത് ബന്ധം? സാധാരണ മനുഷ്യർ ഉറങ്ങുന്നതിനേക്കാൾ നല്ല ഡെപ്തിലാണ് ആ പട്ടി ഉറങ്ങിക്കൊണ്ടിരുന്നത്. കാരണം എന്താണ്? അവൻ്റെ ജീവിത സാഹചര്യം മാറി. പണ്ടത്തെ വീട്ടിലെ പട്ടികൾ ഇത്രയും സുരക്ഷിതത്വം അനുഭവിച്ചിരുന്നില്ല. അവൻ രാത്രിയായാലും അവൻ വീട്ടിൽ കയറാൻ നോക്കില്ല, കാരണം അവൻ കാവലാണ്. അപ്പോൾ ചെറിയൊരനക്കം കേട്ടാലും അവൻ വിജിലൻ്റാണ്. ഇതുപോലെ നമ്മുടെ ആന്തരികമായ മനസ്സും നമ്മുടെ പൗരാണിക ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നാം കാട്ടിൽ ജീവിച്ചപ്പോൾ എപ്പോഴും അപകടങ്ങളുണ്ടാകാം. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് കാട്ടിൽ എന്ന് സങ്കല്പിക്കുക, എൻ്റെ വൈഫുമായിട്ടോ കുഞ്ഞുമായിട്ടോ ഞാൻ പോവുകയാണ്. പെട്ടെന്നൊരു കടുവ എനിക്കെതിരെ വരികയാണ്. എന്തു ചെയ്യും? ഓടും. ഞാൻ ഓടിയാൽ എൻ്റെ കുഞ്ഞിനെ ആരും നോക്കും? കൊച്ചിനെ കൊണ്ടുപോടും. അപ്പോൾ കൊച്ചിനെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഞാൻ ഈ കടുവയോട് യുദ്ധം ചെയ്യണം. രണ്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പ്രകൃതി അവിടെ ഒരു സാങ്കേതികത ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തത്, അഡീഷണൽ സോഫ്റ്റ്വെയർ. ഈ സമയത്ത് അപകടം അറിഞ്ഞ ഉടനെ എൻ്റെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം കയറി ആക്റ്റീവാണ്. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ്. ഒന്നുകിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കടുവ ഓടുന്നതിനേക്കാൾ വേഗത്തിൽ ഓടണം, അല്ലെങ്കിൽ കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ കടുവയോട് അതിനേക്കാൾ ഫെറോഷ്യസ് ആയിട്ട് യുദ്ധം ചെയ്യണം. ഇത് രണ്ടും ഒരു മനുഷ്യന് സാധ്യമല്ല. പക്ഷേ അവിടെ ഞാൻ മൃഗമായി മാറും. എൻ്റെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആകുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രിനൽ ഗ്ലാൻഡ് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും, ഹ്യൂജ് എമൗണ്ട്. ഈ അഡ്രിനാലിൻ നേരെ ലിവറിൽ വരുന്നു. അവിടെ ശരിക്കും ലിവറിൽ ഗനേബാക്സ് ഓഫ് ഷുഗർ ഇരിപ്പുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ ഇമ്മീഡിയറ്റ് റിലീസ് ചെയ്യും, BP അങ്ങ് ഷൂട്ടപ്പ് ആകും. ഇതൊക്കെ സെക്കൻഡുകൾക്കകത്ത് നടക്കും. ഞാൻ കടുവയേക്കാൾ അഗ്രസീവ് ആകും, ഞാൻ കടുവയോട് യുദ്ധം ചെയ്യും. ഇതാണ് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ്. രണ്ടിൽ ഏതായാലും ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ഫൈറ്റ് ഫോർ ദ സർവൈവൽ. ഈ മെക്കാനിസം ഇപ്പോഴും ഇതിനൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ അരക്ഷിത കാലാവസ്ഥയിലല്ലല്ലോ ജീവിക്കുന്നത്. വി ആർ സെക്യൂർഡ്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. നമ്മൾ സൊസൈറ്റി ഉണ്ടാക്കി എല്ലാ അപകടങ്ങളിൽ നിന്നും മാറി സുരക്ഷിതമായ ഒരു സാഹചര്യത്തെയാണ് ജീവിക്കുന്നത്. അപ്പോഴും നമ്മുടെ സിസ്റ്റം ഇതിനകത്തുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ സിസ്റ്റം പലപ്പോഴും ആക്റ്റീവ് ആവും. എപ്പോഴാണ്? നമ്മളിപ്പോൾ ഒരു കപട സദാചാരത്തിൽ സാമൂഹ്യ ബോധത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ എനിക്കെതിരെ വന്നൊന്ന് സങ്കല്പിക്കുക. അയാൾ കാണിക്കുന്നത് വൃത്തികേടാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് അയാൾക്കെതിരെ ശബ്ദമുയർത്താൻ പറ്റുമോ? എൻ്റെ ഉള്ളിലിങ്ങനെ നുരഞ്ഞു പോകുന്നത് എൻ്റെ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്ത് എവൻ്റെ മൂക്കിടിച്ച് പഞ്ഞിയാക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അയാളെ മുഖത്ത് നോക്കി സാർ എന്ന് പറയേണ്ട ഒരു സാഹചര്യം എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ പൊന്തിയ ദേഷ്യം അഡ്രിനാലിൻ പ്രകടമാകുന്നില്ല. മറ്റത് കാട്ടിൽ വെച്ചിട്ട് അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അഗ്രസീവ് ആക്ഷനിലൂടെ ഈ എക്സസ് ടോക്സിൻ മുഴുവൻ ഇവോപ്പറേറ്റ് ചെയ്ത് പോയി. അലറി അടിച്ച് പിടിച്ചെല്ലാം പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ റിലാക്സ്ഡ് ആയി. പക്ഷേ ഇവിടെ പോലീസ് ഓഫീസർ മുമ്പ് വെച്ചോ കപട രാഷ്ട്രീയക്കാരൻ്റെ മുന്നേ വെച്ചോ അല്ലെങ്കിൽ മറ്റൊരു സാമൂഹ്യ സ്റ്റേജിൽ വെച്ചിട്ടോ എൻ്റെ ദേഷ്യത്തെ അമർഷത്തെ ഞാൻ ഉള്ളിൽ ഒതുക്കുന്നു. പക്ഷേ എൻ്റെ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടോക്സിൻ. ഇത് ലിബറേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ അഡ്രിനാലിൻ അടിഞ്ഞുകൂടിയാണ് പിന്നീട് ഈ സ്ട്രെസ് അല്ലെങ്കിൽ എവറി സപ്രഷൻ വിൽ ലീഡ് ടു എ ഡിപ്രഷൻ. ഈ കുട്ടികൾ കൂടുതൽ ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് വരികയും അല്ലെങ്കിൽ അവർ മയക്കുമരുന്നിലേക്ക് വീഴുന്നതും ഈ അവസ്ഥ കൊണ്ടാണ്. കപട സാമൂഹ്യ ബോധം.
ഓക്കെ. പക്ഷെ നമുക്കിങ്ങനെ ഉള്ളിലൊരു തോന്നലുണ്ടാവുമ്പോൾ എല്ലായിടത്തും നമുക്കിങ്ങനെ അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ആ ഉള്ളിലുള്ള തോന്നലിനെ സമചിത്തതയോടെ നേരിടണം. ഉദാഹരണത്തിന് എനിക്കിങ്ങനെ അവസരങ്ങളുണ്ട്. പലപ്പോഴും സാമൂഹ്യ അനീതി കാണുമ്പോൾ എന്നിൽ ആ ഫൈറ്റർ ഉണരുമ്പോൾ ഞാൻ ഒരു ഡീപ്പ് ബ്രത്ത് എടുക്കും ഫസ്റ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ദേഷ്യം ഒരു പരിധി കഴിഞ്ഞ്, അമർഷം ഒരു പരിധി കഴിഞ്ഞ് അഡ്രിനൽ ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കുന്നതിന് മുമ്പേ ശ്വാസത്തെ കൊണ്ട് ഞാൻ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഈ അഡ്രിനൽ അഡ്രിനാലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും ഞാൻ വിലക്കും. അതാണ് മനോനിയന്ത്രണം. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? സാഹചര്യങ്ങൾ ശരി, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഐ വിൽ ഫൈൻഡ് അനദർ വേ എന്ന് ഞാൻ എന്നോട് പറയുമ്പോൾ എന്നിലുള്ള ഈ കെമിക്കൽ പ്രൊഡക്ഷൻ ഇല്ല. അങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. അതാണല്ലോ മനോനിയന്ത്രണം ഗുരുക്കന്മാർ പഠിപ്പിച്ചത്. എൻ്റെ മറ്റൊരു സംശയമാണ്, ഇപ്പോൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ തന്നെ ഞാൻ പറയാം. ഇപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഞങ്ങളുടെ എഡിറ്റർ ചേച്ചിയുണ്ട് മഞ്ജു ചേച്ചി പറയും കുരങ്ങൻ്റെ ജന്മം വെറുതെ ഇരിക്കില്ല, ഒന്നിൽ ഇവിടെ ചോർന്നിരിക്കും, കാലാട്ട് അല്ലെങ്കിൽ കൈ തലയിലിരിക്കും. അങ്ങനെ കൈയും കാലും വെറുതെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് അവരുടെ നേച്ചർ, അവരുടെ കെമിക്കൽ കോമ്പിനേഷൻ അങ്ങനെയാണ്. ഇതിനെ നിയന്ത്രിക്കണമെങ്കിൽ ശ്വാസ നിയന്ത്രണം നടത്തണം. അതിന് ശ്വാസത്തെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം ദേഹ നിയന്ത്രണം നടത്തണം. അപ്പോൾ അതായത് ആഹാരം, ഞാൻ നേരത്തെ പറഞ്ഞില്ല ചതുർബലം, ഞാൻ കൂടുതൽ ആഹാരം കഴിക്കുന്നെങ്കിൽ അത് കുറയ്ക്കുക, വിരുദ്ധ ആഹാരം കഴിക്കുന്നെങ്കിൽ അത് കുറയ്ക്കുക, എന്നിട്ട് കംഫർട്ടബിൾ വെയിറ്റ് അറ്റൈൻ ചെയ്യുക. അതിന് ഫാസ്റ്റിംഗ് ഉപയോഗിക്കാം. പിന്നീട് ആസനബലം, കൃത്യമായിട്ടുള്ള ആസനാത് ഔഷധം, നമുക്ക് യുക്തമായ ഔഷധ രൂപത്തിലുള്ള വ്യായാമം ചെയ്യുക. എന്നിട്ട് പ്രാണായാമം ചെയ്യുക. പ്രാണായാമം ചെയ്ത് അതിലൂടെ മനോനിയന്ത്രണം നേടുക. അങ്ങനെ വന്നാൽ ഈ ചതുർബലങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വന്നാൽ ഈ കുരങ്ങിൻ്റെ പ്രകൃതി എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അതിനെ മയിലിൻ്റെ പ്രകൃതിയാക്കി മാറ്റാം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രകൃതമാക്കാം. എവരിതിങ് ഈസ് പോസിബിൾ. ഇതെല്ലാം എനിക്ക് തോന്നുന്നു ആദ്യം തുടക്കത്തിൽ ഒരു സമാധാനമായി ശാന്തമായി മെഡിറ്റേറ്റ് ചെയ്യുന്നൊരു സ്റ്റേജിലേക്ക് എത്തിത്തുടങ്ങിയാൽ ഇതിൻ്റെ ബാക്കി പ്രൊസീഡ് ആയിക്കോളും എന്നാണോ? ആ ചോദ്യം അത്ര ശരിയല്ല. അതെ, ഞാനൊരു PhD എടുക്കാം, പക്ഷെ സ്കൂളിൽ പോകാനൊന്നും വയ്യ എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, അതിൻ്റെയും ബേസിക് ആയിട്ട് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. യെസ്. ഓക്കെ, അപ്പൊ മെഡിറ്റേഷൻ അല്ല എന്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്? മെഡിറ്റേഷൻ ഒടുക്കമാണ്. ഓക്കെ, എനിക്കൊന്ന് എല്ലാവരും പറയുന്നത് നിങ്ങൾ ശാന്തമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് ശീലിക്കുക. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു തരുമായിരുന്നു, രാവിലെ എണീറ്റ് നിങ്ങൾ കുറച്ചു നേരം മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമായിരുന്നു. ആ പറഞ്ഞ ടീച്ചർക്ക് മെഡിറ്റേഷൻ അറിയാമായിരുന്നു? അറിയില്ല. അതാ പ്രശ്നം. ഈ അറിയാത്തത് അറിയിക്കുക എന്നുള്ളതാണ് ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ കപടത. ഓ യാ, എനിക്കറിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. പഴയ കാലത്ത് ഇതിന് കടുത്ത ശിക്ഷയുണ്ടായിരുന്നു. അറിയാത്ത കാര്യം മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിച്ചാൽ രാജശാസനം വളരെ മൃഗീയമായിരുന്നു. അത് സമൂഹത്തെ തെറ്റിലേക്ക് നയിക്കുന്നത് കൊണ്ട് കടുത്ത ശിക്ഷ കൊടുക്കുമായിരുന്നു. അതായത് 3 കാര്യങ്ങൾ വിൽക്കാൻ പാടില്ലായിരുന്നു പൗരാണിക ഭാരതത്തിൽ: വിദ്യ, വൈദ്യം, ആത്മീയത. ഇത് 3 വിൽക്കാൻ പാടില്ലായിരുന്നു. കാരണം ഇത് എപ്പോൾ കമേഴ്സ്യലൈസ് ചെയ്യുമോ അപ്പോൾ അത് കറപ്റ്റഡ് ആകും. പണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അധ്യാപകർക്ക് ദക്ഷിണയാണ് കൊടുക്കുന്നത്, അവർക്ക് ഫീസ് ഇല്ലായിരുന്നു. ഫീസ് ഈ ഇടക്കാലത്ത് വന്നതാണ്. വൈദ്യന് ദക്ഷിണയാണ് കൊടുക്കുന്നത്, ഗുരുവിന് ദക്ഷിണയാണ് കൊടുക്കുന്നത്. ഇവർ 3 വിഭാഗവും അവരുടെ ജീവസന്ധാരണത്തിന് പണം സമ്പാദിക്കാൻ പാടില്ല. അവരെ 3 പേരെയും സംരക്ഷിക്കേണ്ടത് സമൂഹത്തിൻ്റെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, കൂട്ടുത്തരവാദിത്വമായിരുന്നു. അതായിരുന്നു പൗരാണിക ഭാരതത്തിൻ്റെ ആ ഒരു തത്വം, അല്ലെങ്കിൽ ആ നിയമം. ഏതെങ്കിലും ഒരു അധ്യാപകൻ അത് പൈസ മേടിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അയാളെ ജയിലടയ്ക്കുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വധിക്കുമായിരുന്നു. കഠിന ശിക്ഷയായിരുന്നു. അതുപോലെ തന്നെ വൈദ്യം, പൈസ മേടിച്ചിട്ട് കൊടുക്കുന്നവരെ വൈദ്യവൃത്തിയിൽ നിന്ന് വിലക്കിയിരുന്നു, ശിക്ഷിച്ചിരുന്നു. ആത്മീയതയും പണ്ട് കേട്ടിട്ടില്ലേ ഈ പഴയ സിനിമകൾ? എൻ്റെ കുട്ടിക്കാലത്തെ സിനിമകളിൽ ഈ നസീർ, പിന്നെ സത്യൻ, ഇവരൊക്കെ ഈ പല സ്ഥലത്തുനിന്നും വേഷം മാറി രക്ഷപ്പെടുന്നത് സന്യാസിയായിട്ടാണ്.
സന്യാസിയായിട്ട് ദാടിയും മുടിയൊക്കെ വെച്ച് ഒരു മറുകൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നസീറിനെ ഇറങ്ങി കണ്ടറിഞ്ഞൂടാ. അപ്പോൾ പട്ടാളക്കാരെ അല്ലെങ്കിൽ ആൾക്കാരൊക്കെ തിരക്കി വന്നുമ്പോഴത്തേക്കും ഒരു സന്യാസി വരുന്നു, അപ്പോഴേ എല്ലാവരും മാറിയിരിക്കും. സന്യാസി അത്ര ബഹുമാനമായിരുന്നു. അതായിരുന്നു പഴയ ഒരു സംസ്കാരം. അതുകൊണ്ട് ഈ 3 വിദ്യയും 3 കാര്യങ്ങളും വിൽപ്പനയ്ക്ക് പാടില്ലായിരുന്നു. അത് വന്നത് വൈദേശിക പാരമ്പര്യം നാം സ്വീകരിച്ചതിന് ശേഷമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ഇത് 3 വിദ്യാഭ്യാസം, വിദ്യ, വൈദ്യം, ആത്മീയത. ഇത് 3 ഇന്ന് ഹൈ ലെവലിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. നമ്മുടെ സാമൂഹ്യ സ്ഥിതി അങ്ങനെയായി മാറി. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ കറപ്റ്റഡ് ആകുന്നുണ്ടോ? 100%. ആ കറപ്റ്റഡ് ആകുമ്പോൾ എന്ത് പറ്റും? കൺഫ്യൂഷനും കൂടും. കറപ്ഷൻ വിൽ ടേക്ക് അവേ ദ ക്ലാരിറ്റി. ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷനാണ് ഇന്ന് സമൂഹത്തെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവർക്കും സ്ട്രെസ്. അതെ. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പിച്ച വെച്ച് തുടങ്ങുന്നത് പോലെ പഠിക്കണം. വളരെ സിമ്പിളാണ്. വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ടു അവർ ഫോർ ഫാദേഴ്സ്. സ്വന്തം അപ്പൂപ്പന്മാരെ ഒന്ന് ബഹുമാനിക്കാൻ പഠിച്ചാൽ മാത്രം മതി. അത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ ഉള്ളിൽ ശരിക്കും 7 അപ്പൂപ്പനും 7 അമ്മൂമ്മയും ഉണ്ട്. യെസ്, അവരുടെ ആ ഒരു ഓർമ്മകളെ ഒന്ന് പൊടി തട്ടിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നാം എല്ലാം ആധുനികമായ എല്ലാം നമ്മുടെ കയ്യിലുണ്ടല്ലോ, മനസ്സമാധാനവും ആരോഗ്യവും ഒഴിച്ച്. ഈ മനസ്സമാധാനവും ആരോഗ്യവും നമ്മുടെ അപ്പൂപ്പന്മാർക്ക് ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഇതിനെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. തൻ്റെ മനസ്സിനെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് തിരിച്ച് തന്നിലേക്കൊന്ന് നോക്കുക. അപ്പോൾ ഒരറിവ് നിങ്ങൾക്ക് ഉണ്ടാകും. ആ അറിവാണ് തിരിച്ചറിവ്. ആ തിരിച്ചറിവ് ഒരു വലിയ ലഹരിയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരോഗ്യവും ശാന്തിയും ഒരുമിച്ച് കിട്ടും.